ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കേരള കോൺഗ്രസ് 8-7 സീറ്റും ജയിച്ചു അല്ലേ. അനൂപ് ജേക്കബ് ജയിച്ചത് 45,000 വോട്ടിനാണ്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലെ അനൂപ് ജേക്കബ് ജയിച്ചു അല്ലേ. അപ്പം ഞങ്ങൾ ഘടകകക്ഷിയല്ലേ. ലീഗ് എത്ര സീറ്റാണ് ജയിച്ചത്? ഞങ്ങൾ ഘടകകക്ഷികളൊക്കെ ചേർത്ത് പിടിച്ചു. ഘടകകക്ഷി എന്നൊന്നും ഇനി പറയാൻ ആരും സമ്മതിക്കില്ല. ഞാൻ തന്നെ ഇപ്പോൾ ഏതെങ്കിലും യോഗത്തിൽ പോയി UDF എന്ന് പറഞ്ഞപ്പോൾ ചൂടാവുകയാണ്. സാർ ടീം UDF എന്ന് പറയാനാണ്. ഞാൻ ടീം UDF എന്ന് പറഞ്ഞത് നിലമ്പൂർ ഇലക്ഷന് ശേഷം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വാക്കും. ടീം UDF എന്ന് പറഞ്ഞിട്ടുള്ളത്, 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, സെക്യുലർ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്, വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞതെല്ലാം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വേണ്ടാത്തൊരു വാക്കും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരുപാട് പരിഹസിക്കപ്പെട്ടു. സാരമില്ല, അത് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും അതൊക്കെ ഉണ്ടാവും. എനിക്കതിൽ സങ്കടമൊന്നുമില്ല. അതറിയില്ല, അവരുടെ പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, CPM-നെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ തോറ്റുന്നവരെ ബോധ്യപ്പെടുത്താൻ ഭയങ്കര പാടാണ്. ഇനിയിപ്പോൾ അങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയില്ല ഈ തോൽവിക്ക് ശേഷവും. അത് അന്ന് ഉപയോഗിച്ച ഒരു വാചകമാണ് അല്ലേ, ശരിയല്ലേ? അപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിലമ്പൂരത്ത് ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ട്. അല്ല, അതിപ്പോൾ BJP ജയിച്ചു. അവരൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ. അവർ പറഞ്ഞാൽ അതൊന്നും അല്ലല്ലോ. അവരിവിടെ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നല്ലേ പറഞ്ഞത്. അവർക്ക് നേരത്തെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു, 1-ലധികം സീറ്റ് കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, ഇവർ തമ്മിലൊരു ഡീലുണ്ടായിരുന്നു. അല്ല, ഇവർ തമ്മിലൊരു ഡീലുണ്ടായിരുന്നു. പക്ഷെ ആ ഡീല് അവരുടെ താഴെയുള്ള അണികൾ പൊളിച്ചു കൊടുത്തു. ആ ഡീല് ഞങ്ങൾ പുറത്തു പറഞ്ഞത് ഞങ്ങൾ ദൂരം പറഞ്ഞാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ അജണ്ടയാക്കിയല്ലോ അത്. CPM BJP ഡീല് ഞങ്ങൾ അജണ്ടയാക്കിയത് വെറുതെ അല്ല, അത് മുകളിലെ നേതാക്കന്മാർ തമ്മിലുള്ള ഡീലാണ്. താഴെയുള്ള അവരുടെ അണികൾ അത് പ്രാവർത്തികമാക്കാൻ സമ്മതിക്കരുതെന്ന് വിചാരിച്ചാണ് ഞങ്ങളത് ഡീലാക്കിയത്. ഞങ്ങളത് അജണ്ടയിൽ, തെരഞ്ഞെടുപ്പ് അജണ്ടയിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ ഇങ്ങനെ ഇതൊക്കെ ഓരോ തരംഗമല്ലേ, ഓരോ ഇതല്ലേ, ഓരോ സീറ്റുകളിലുള്ള ഓരോ ഇതല്ലേ. LDF-ന്റെ സീറ്റല്ലേ തോറ്റത്? ഇല്ല, എല്ലാ സീറ്റും LDF-ന്റെ സിറ്റിംഗ് സീറ്റല്ലേ. ഞങ്ങളതൊക്കെ 3-ാമത്തെ സ്ഥാനത്തല്ലായിരുന്നു അവിടെ നേരത്തെയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.